എടി നല്ല ചെക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ പെമ്പിള്ളേരെ നോക്കൂ. അവര് നല്ലതിനെ കണ്ടിട്ടുണ്ടാവില്ല. മഴ പെയ്യണ ഈ അവര് വന്നിക്കണെന്നുണ്ടെങ്കിലേ കുട്ടി ഒലിച്ചു പോയിട്ട് എന്റെ ശരിക്കുള്ള മുഖം കണ്ടു കഴിഞ്ഞാൽ അവര് ഓടിയിട്ടുണ്ടാവും. വേണോ? ആടിയിട്ടൊന്നുമല്ല, കുപ്പായൊക്കെ ഇട്ട് കൊടുത്തോണ്ട് വന്നത്. ഹലോ, അപ്പേ നമ്മളിപ്പോ വീട്ടിലുള്ളത് ജസ്റ്റ് ഒന്ന് ഈവനിങ് വാക്കിന് പോവാന്ന് വിചാരിച്ചു. മഴയൊക്കെ പെയ്ത് നല്ലൊരു തണുത്തൊരു കാലാവസ്ഥയൊക്കെയാണ്. വീട്ടിൽ ലോക്ക് ചെയ്തില്ലേ? ആ കൊട എടുത്തോ. ബാ ബാ ബാ. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എയർപോർട്ട് പോവാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ. ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും നിന്നിട്ടില്ല. അപ്പോൾ അത് അടുത്ത മഴ അതാ ചാറിക്കൊണ്ടിരിക്കുക. ഈവനിങ് 5:30 മണിയാണ് കേട്ടോ ടൈം. ഇപ്പോൾ തന്നെ നല്ലൊരു ഇരുട്ട് മൂടി തുടങ്ങി. ജസ്റ്റ് ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട് നമ്മുടെ ഐലൻഡിൽ. അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടേക്കൊക്കെ നോക്ക്. ഇതേ ഇപ്പൊ പറയണ എനർജി ഇല്ല കേട്ടോ. ആള് ഇതുവരെ നല്ല മൂടി പോച്ച് കടന്നുറങ്ങിയായിരുന്നു മഴയൊക്കെ പെയ്തിട്ട്. വിളിച്ച് എണീപ്പിച്ച് കൊണ്ടുവരാൻ ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയെന്ന് അറിയോ. ഐസ്ക്രീം അടിച്ചു വായ എന്തായാലും. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ആ കാണുന്ന ഈ തെങ്ങ് കണ്ടോ, ഇത്രയും അത് ആ ഒരു ഏരിയയാണ് നമ്മുടെ എയർപോർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതെല്ലാം ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. കടലിൽ നിന്ന് മണലെടുത്തിട്ട് എയർപോർട്ടിനായിട്ട് ഉണ്ടാക്കിയതാണ്. ശരിക്ക് ഈ ഒരു ബിൽഡിങ് കണ്ടോ, അതുവരെയാണ് ശരിക്കും നമ്മുടെ ഐലൻഡ് ഉള്ളത്. അത് മുതൽ ഇതാ ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് അവർ മണലിട്ട് നികത്തി എയർപോർട്ട് പണിതിട്ടുള്ളത്. ഇപ്പോഴും അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തെങ്ങിന്റെ തള്ളൊന്ന് തള്ളിക്ക. തള്ളല്ലത്, പിന്നെ ഈ തെങ്ങുണ്ട് ഈ എൻഡ് മുതൽ ഇതാ ആണ് കാണിച്ചു കൊടുക്ക്. ആ എൻഡ് വരെ ഞാനിവിടെ ജോയിൻ ചെയ്തില്ലേ 2019 ഡിസംബർ. ആ ടൈമില് ഇവിടെ ഈ എയർപോർട്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഒഴിവില്ല ടൈമില്, അതായത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇത്ര വലുപ്പമുള്ള തെങ്ങ് നമ്മൾ നട്ടിട്ട് അതിന് വെള്ളം ഒഴിക്കാനൊക്കെ പോയിരുന്നു. എടുത്ത് തള്ളല്ല, കാര്യായിട്ട് വെറുതെ തെങ്ങിന്റെ കോലൊക്കെ ഇങ്ങനെ കായൊക്കെ ഒരൊറ്റ കായ എനിക്ക് കാണിച്ചു തന്നെ. എന്തുണ്ട് അതിമ ഒരു കായ ഉണ്ടെങ്കിൽ എന്തുണ്ടല്ലോ കാണിച്ചാട്ട് അതിന്റെ കോലം തന്നെ നോക്ക, ഒരു പുഷ്ടില്ലാതെ. എടി ഇത് ഐലൻഡ് ആവുമ്പോ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഗ്രോ ആവുള്ളൂ. വെച്ച ആൾക്കാരെ കുഴപ്പമില്ല. ഇപ്പോ ഹെൽത്ത് സെന്ററിന്റെ ഗ്രൂപ്പിന് ഒരു ദിവസം ടാസ്ക് കൊടുക്കും. പിന്നെ സ്കൂള്, അതേപോലെ കൗൺസില്, ഓരോ ദിവസം ഓരോ ടീം വന്നിട്ട് നനച്ചു പോകും. ഇതാ ഈ സ്ഥലം, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ മണലിട്ട് നികത്തിയതാ. കൊറേ ഉണ്ടല്ലോ ഇത്. ഇതെന്തോരം ഉണ്ട് അറിയോ. ഞങ്ങൾ വന്നപ്പോ റൺവേന്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുക. ബൈ റോട്ടിൽ കൂടെ പോവാം. ഷിബി സ്മെല്ല് ഇട്ടിട്ടുണ്ടല്ലേ. അത് ഈ മഴ പെയ്തല്ല സീനാണ്. കടലിൽ നിന്നൊരു സ്മെല്ല് വരും. ഓളേക്കാട്ടിലും വലിയൊരു കൊടയും. ഇവിടെ അത് മുതൽ തുടങ്ങി. ഇവിടെ അതാ ഗ്രില്ലൊക്കെ വെച്ചിട്ട് എയർപോർട്ട്. ഷിബി ആ നിൽക്കുന്ന ഫ്ലൈറ്റ് കണ്ടോ, അത് പോവാല്ലാണ് കേട്ടോ. അതെന്തിനില്ല അറിയോ? എന്തിനാ? ഇവിടെ ഈ ഫയർ ആൻഡ് സേഫ്റ്റിന്റെ ഇത് നടക്കും. അപ്പൊ അവർക്ക് ഇത് ചെയ്യാൻ വേണ്ടിട്ട്, ട്രയൽ ചെയ്യാൻ വേണ്ടിട്ട് ഇത് മുതൽ റൺവേ തുടങ്ങി. തെങ്ങ് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നോക്ക്. എവിടെ? അതാ അത് എന്താ മച്ചിങ്ങന്റെ കോലം നോക്ക്, ചോട്ടാപ്പി. അത് ശരി. ഈ കാഴ്ച അല്ലേന്നല്ലേ ചോദിച്ചേ? കാഴ്ച വെച്ചാ നല്ല നല്ല കായ്ക്കൂലേ, നല്ല വലുത് അതാവണം. തളർത്തല്ലേ പ്ലീസ്. 5 കൊല്ലം മുന്നേ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിരിക്കണെന്നറിയോ. അത് കാണാനുണ്ട്. നേരെ ഷിബിയെ ഈ കൊടന്ന് ചുരുക്കോ, മഴ പെയ്യുന്നില്ല ഇപ്പോ. ഇതൊക്കെ എയർപോർട്ടിന്റെ ഭാഗം കേട്ടോ. ഇവിടെ അങ്ങനെ ഇരിക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ പുതിയൊരു ഹാർബർ പോലെ പണിയുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. എവിടെയാണ്? അതാ കാണുന്നത്. എവിടെ? അതാ ഷിബി, ഇവിടെ നായ ഉണ്ടാവില്ല. ഈ സെൽഫി എങ്ങനെ എടുത്തിരുന്നോ? ഐസ്ക്രീമിന്റെ കട തുറന്നിരിക്കുന്നു. ഐസ്ക്രീമിന്റെ കട തുറന്നോട്ടെ, കഴിഞ്ഞിട്ട് മേടിച്ചു തരാം. ഇത് ഇവിടെ കുറച്ചു നേരം നിന്ന് പോവാം. ഇതൊരു 1 year ആവുന്നുള്ളൂ ഇത് പണിതിട്ട്. ഇതെന്തിനാന്നറിയോ എനിക്ക്? എന്തിനാ? നമ്മളെ ജെട്ടിയിൽ അവിടെ ലോഞ്ച് ഇറങ്ങിയിട്ട് സാധാരണ എന്ത് ചെയ്തിട്ടാ വരിക, അവിടുന്ന് കാറ് വിളിച്ചിട്ടല്ലേ വരിക. ഇത്
ലോഞ്ചുകൾക്ക് ഡയറക്റ്റ് എയർപോർട്ട് ട്രിപ്പ് വരില്ല വേറെ ഐലൻഡിൽ നിന്ന് ആളുകൾ. അപ്പോൾ അവർക്ക് നേരിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതാ പോണോക്ക്. ഇതാണ് എയർപോർട്ടിന്റെ ഒരു എൻഡ്. മറ്റൊരു എൻഡ് ഏകദേശം അവിടെ വരും. ഇത് ആളില്ലാത്തൊരു ഐലൻഡാ ഈ കാണുന്നത്. നമ്മുടെ വേലിയിറക്കത്തിന്റെ ടൈമിലേ ആളുകൾ നടന്ന് പോവാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. തള്ളാണോന്ന് അറിയില്ല കേട്ടോ. ഉണ്ടോ കറക്റ്റ് സെന്ററിൽ മാത്രം ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടോ വെള്ളത്തിന്. അപ്പോൾ അവിടുന്ന് ആ ഭാഗത്തു നിന്ന് വരുന്ന ബോട്ടുകൾക്ക് വരാൻ വേണ്ടിയിട്ട് അവര് ഒരു ചാനൽ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഇവിടെ നല്ല ആഴുണ്ട്. ഇവിടെ മുഴുവൻ കടലായിരുന്നു. മണലിട്ട് നികത്തി ഇതാക്കിയതാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പറയില്ലല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിന്റെ ബിൽഡിങ്. Two masala. Yeah. വേറെന്തെങ്കിലും വേണോ? ഇത് നമ്മുടെ എയർപോർട്ടിന്റെ ഉള്ളിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ. You're from? India. My name is Tejraj. Madhya Pradesh. Yes. Oh, MP. okay. I'm from Kerala. Yeah. എന്താ ഈ കാണിക്കുന്നത്? ആക്രാന്തം കേട്ടോ. നല്ല ചൂടുണ്ടാവട്ടെ. ചോക്കോറ് വെള്ളമേ വാ. ഇരുട്ടായടി. കൈയൊക്കെ വീശി അങ്ങോട്ട് നടന്നൂട്. ഈവനിങ് വാക്കാണ്. കടയിൽ പോകുന്നുണ്ടോ ഇനി? എന്തെങ്കിലും മേടിക്കാനുണ്ടോ? എന്താ? തക്കാളി, അരി കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിടിച്ചോ. എന്താണ്? പിടിക്ക്. എന്താ സീൻ? എന്താ പിടിക്ക്. എന്താ? ഇത് പിടിക്ക്. നടന്നോ? നീ നടക്ക്. കാണാത്തോല് കാട്ടണ. ഞാൻ ഉണ്ടാക്കണ ചായയുടെ അത്ര രസമില്ല. എന്താണ്? വേവാ. ഐസ്ക്രീം ഒക്കെ വെള്ളമായില്ലേ? അതിലേത് കനം കുറഞ്ഞത് എനിക്ക് തരാനായിരിക്കും. എണീക്ക്. എന്താണ്? ബെഡാണത്. ഇവിടെ ഇരിക്കും. നീ വാശി ചെയ്യുന്നോണ്ട് ഒന്നും പറയുന്നു. ആണോ? ചോക്ലേറ്റിന്റെ ആണോ? വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചോളാം. ആ കവറ് വെറുതെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിലുണ്ട്. അത് അയിമെന്ന് തിന്നാൻ വേണ്ടിട്ടല്ലേ എടുത്തു വെച്ചിക്കണ കയ്യില്. ഇത് കഴിച്ചോ. ഇത് ഞാൻ മേടിച്ചിട്ടും ഫ്രീസറിൽ ഇല്ലിമക്ക് വരാനുള്ള പരിപാടിയല്ലേ? ഒന്നും വേണ്ട, ഇത് കഴിച്ചോ. കഴിച്ചിട്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. എന്തെങ്കിലും ടാസ്കുകളായിരിക്കും. ഈ 3 ഒന്ന് പൊളിച്ചു തരുമോ? എന്ത് തേങ്ങയാണ് ഇതൊക്കെ? ഇതെനിക്ക് ദത്ത തന്നതാ. ഇതൊന്നും പൊളിച്ച മുതലാവൂല. ഇത് എറിഞ്ഞു പൊട്ടിക്കാം നമുക്ക്. മഴയായ കാരണം ഡ്രസ് ഒന്നും ഉണങ്ങിയില്ല. കാണിച്ചേ ശ്രദ്ധിക്കോണ്ട് കേട്ടോ. നല്ലതാടി. ഏതാ? ഞാനെന്താ എന്റെ അടിമേ? ഞാൻ അത് ഈ പൊളിച്ചേരണ്ട എന്തിനാ അറിയാം എനിക്ക്? ഈ സാധനം പൊട്ടിച്ചു കാണ്ടേ കയ്യുമ്പോ എങ്ങനെ തട്ടിച്ചു കഴിഞ്ഞാലേ അന്നേം കൊണ്ട് ഞാൻ ഓടേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ അവസ്ഥ അറിയാലോ. സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണ്. ഇനി അതൊക്കെ മേടിക്കാൻ കുറച്ച് നേരത്തെ പോകേണ്ടതായിരുന്നു. പക്ഷെ ആ സമയത്താണെങ്കിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിരുന്നു. കടക്ക ഒരു സമാധാനം തരരുത് കേട്ടോ. നാളെ പോയി മേടിച്ചാ പോയത്. വാവ്, എന്റെ ഫ്രണ്ടത്തെ നോക്ക്. മഷ്റൂം ആണോ?
വേണമെങ്കിൽ എടുത്തു കൊടുക്കാനും എന്തൊക്കെ അറിയോ? ഉണ്ടാക്കാനും ഇപ്പൊ ഞാൻ ഉണ്ടായിക്കോളാം എങ്ങനെയെങ്കിലും. വേണമെങ്കിൽ എടുത്തോ. നൈഫ് വാങ്ങണ്ടേ? ആ അത് അടിപൊളിയായിരിക്കും. കിട്ടി മോളെ. എന്താ നല്ല സാധനം അത്. ബിരിയാണി മസാലയാണ്. അനാറ് വേണോ? വേണോ? വേണോന്ന് എന്നോട് ചോദിക്കുമ്പോ തിരിച്ചു ചോദിക്കുന്നോ? ആടിയിട്ടൊന്നുമല്ല, കുപ്പായൊക്കെ ഇട്ട് കൊടുത്തോണ്ടോ വന്നത്. സോസേജ് എടുക്കല്ലേ എന്നാ? ആ പൊറോട്ട പാക്കും. മേക്കപ്പ് സാധനങ്ങൾ എന്തെങ്കിലും വേണോ? ഇത് പിന്നെ എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. എന്ത്? സോപ്പാ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നാളെ ഇനി അരി ആ കടയിൽ കിട്ടൂല കേട്ടോ. അരിയും തക്കാളി. തക്കാളി ഇല്ല, തക്കാളി ഐലൻഡിലില്ല. ഇല്ല ഇല്ല, ഒരു വിധം ഉണ്ടെങ്കിൽ ഈ ഷോപ്പിൽ ഉണ്ടാവും. ഏ ഷോപ്പില്? ഇപ്പൊ നമ്മൾ പോയ ഷോപ്പില്. ഓക്കെ, വേണ്ട. ഇല്ല, പ്രശ്നമില്ല. ഈ അത് പിടിച്ചാൽ മതി. ഇതായിരുന്നു ഞാൻ ആദ്യം താമസിച്ചിരുന്ന വീട്. 3 വർഷത്തോളം ആ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് ഒരാൾ എഴുന്നള്ളുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ കുറച്ച് പ്രൈവസിക്ക് വേണ്ടിട്ടേ റോട്ടുമുക്കൂടെ പോണേ എല്ലാരും താഴ്ചത് നോക്കുന്നുണ്ട്. എല്ലാരും എന്ന് വെച്ചാലേ പെണ്ണുങ്ങള്. എടി, നല്ല ചെക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ പെമ്പിള്ളേരെ നോക്കൂ. ഈ അതിന് അസൂയപ്പെട്ടിട്ട് എന്താ? അതല്ല, അവര് നല്ലതിനെ കണ്ടിട്ടുണ്ടാവില്ല, അതാണ് ഇങ്ങനെ നോക്കുന്നത്. നല്ല കൗണ്ട്, നല്ല സാധനം തരാം. അല്ല, നാട്ടിന്നേ അന്റെ പിന്നാലെ ഏതോ ചെക്കന്മാര് കടന്നീന്ന് പറഞ്ഞില്ലേ? അന്ന് മഴയൊന്നും പെയ്തിരുന്നില്ലല്ലോ. മഴ പെയ്യണ ഈ അവര് വന്നിക്കണെന്നുണ്ടെങ്കിലേ കുട്ടി ഒലിച്ചു പോയിട്ട് എന്റെ ശരിക്കുള്ള മുഖം കണ്ടു കഴിഞ്ഞാൽ അവര് ഓടിയിട്ടുണ്ടാവും. എന്റെ മുഖത്ത് പുട്ടുന്നില്ല, കണ്ടാ കണ്ടാ കണ്ടാ. താറാവ് നടക്കണ പോലെ നടക്കാതെ ഒന്ന് വലിഞ്ഞ് നടക്ക്. ഇത് താങ്ങി പിടിച്ചിട്ടേ നിക്കുന്നത്. കോല് നോക്ക്, വേർത്ത് കുളിച്ചിട്ടോ. രാവിലെ എന്തായാലും കുളിയില്ലല്ലോ, ഇങ്ങനെ വയർത്തിട്ടെങ്കിലും ഒന്ന് കുളിക്കട്ടെ. ഓ, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇന്നിനി ചളി അടിക്കാൻ പാടില്ല, കേട്ടല്ലോ. നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഫ്രീസറിൽ കയറ്റണം, വേറെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. ആകെ വേർത്ത് ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. ആ എൻ്റെ മുതൽ ഇതുവരെ വെയിറ്റ് പിടിച്ച് നടന്നിട്ട്. അപ്പോൾ ഇനി കുളിക്കണം, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. സ്പെഷ്യലൊന്നുമില്ല, സാധാ ഫുഡ്. കറിയും തേറ്റകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ്, പരിപ്പ് കറി, മുട്ട, അച്ചാറ്, തൈര്. അപ്പോൾ ശരി, എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.